ഹൈഡ് ചെയ്ത് വെക്കാം. Going to buy a new plane, guys. ചെറിയ ഷൂ വാങ്ങാനായിട്ട് ഞാൻ രാവിലെ തന്നെ ഒന്ന് പൊളിക്കാൻ വിചാരിച്ച്. അപ്പൊ എല്ലാവർക്കും ഒരു കിടക്കാഴ്ച ജുമുഅ മുബാറക്ക്. ഓക്കെ, ഇന്ന് വെള്ളിയാഴ്ചയാണ്. അപ്പോൾ നല്ല കുട്ടിയായിട്ട് രാവിലെ തന്നെ കുളിച്ച് മാറ്റി പള്ളി പോയ ബാത്റൂമിൽ പോയതാണ്. ഞാൻ കുളിച്ച് തലയിലൊക്കെ എന്താ പറയുക എല്ലായിടത്തും സോപ്പൊക്കെ തേച്ച് തലയിൽ മറ്റേ കണ്ടീഷണറും ഷാമ്പും ഒക്കെ ഇട്ട് സെറ്റായി ഇങ്ങനെ സാധനം ഇങ്ങനെ ഇതാക്കിയായിരുന്നു ഷവർ. പക്ഷെ വെള്ളമില്ല ഗൈസ്. നല്ല 8ന്റെ പണി കിട്ടി. വെള്ളം ഇല്ലാത്തതുകൊണ്ട് ഞാൻ എന്ത് ചെയ്ത് മെല്ലെ അമ്മനെ വിളിച്ച് മൊത്തം സോപ്പൊക്കെ തേച്ചിട്ടാ. എന്നിട്ട് മെല്ലെ അമ്മനെ കറണ്ട് ഇല്ലാതെ ഓലി സ്മോക്ക് ഗൈസ്. അങ്ങനെ 35 മിനിറ്റോളം ഞാൻ ബാത്റൂമിലിരുന്ന്. ഒരു സ്ഥലത്ത് വെള്ളമില്ല. ഞാൻ പിന്നെ കുറച്ച് വിചാരിച്ച് എന്താ പറയാ സ്വിഗ്ഗിന്ന് കുറച്ച് ബോട്ടിൽ വാട്ടർ വാങ്ങിയാലോ എന്നൊരു ആലോചിച്ച് പിന്നെ വിചാരിച്ച് ഇപ്പം കറണ്ട് വരും വിചാരിച്ചിട്ട് ഇൻവേർട്ടറൊക്കെ ഉണ്ട്. പക്ഷെ അതൊന്നും മോട്ടറിൽ വർക്ക് ചെയ്യത്തില്ലല്ലോ. അല്ല 8 രാവിലെ തന്നെ 8ന്റെ പണി. ഇതാണ് ഞാൻ കുളിക്കാത്തത്. ഓ മൈ ഗോഡ് ഗൈസ്, ഏത് കാർ എടുക്കും? പിന്നെ നോക്കണേ ഈ സാധനം കണ്ടില്ലേ, എപ്പൊ ഞാൻ വണ്ടി എടുത്താലും കാക്ക വന്നിട്ട് ഇവിടെ പണി തരും ഗൈസ്. ഞാൻ ഡോർ തുറക്കാണ്ടൊക്കെ വേണ്ടി എന്നോട് ഭയങ്കര ദേഷ്യമാണ്. ഇത് വീട്ടിൽ പണിതൊക്കെ ഇപ്പൊ പള്ളി കഴിഞ്ഞ് ഞാൻ നേരെ പോകുന്നത് വെച്ചാൽ ഞാൻ കോപ്റ്ററിന്റെ വീട്ടിലാണ്. വേറെ ഒന്നുമില്ല, ഞാൻ കോപ്റ്ററിനോട് ഒരു പ്ലെയിൻ വാങ്ങാന്ന് പറഞ്ഞു. സോ ടുഡേ ഐ എം ഗോയിങ് ടു ബൈ എ ന്യൂ പ്ലെയിൻ ഗൈസ്. ഗൈസ് സാധാരണ എപ്പോഴും നമ്മൾ ഹെലികോപ്റ്റർ അല്ലേ കാണാറും പറത്തറും, പക്ഷെ ഇപ്രാവശ്യം പ്ലെയിൻ ആണ്. സോ ഞാനത് വാങ്ങിയിട്ട് എനിക്കത് പഠിക്കണം ഗൈസ്, എങ്ങനെയാണത് പറത്താന്ന്. ഈ സാധനം കൊണ്ട് നമ്മൾ ചെക്കപ്പ് വരും. എനിക്കൊക്കെ ഓട്ടാൻ പറ്റിയ സിമ്പിൾ ടൈപ്പ് ഉള്ള ഒരു പ്ലെയിൻ ആണ്. കംപ്ലീറ്റ്ലി റിമോട്ട് കൺട്രോളിങ് കാര്യങ്ങളൊക്കെയാണ്. കോപ്റ്റർ ഒന്ന് കുളിച്ചു തോന്നി കുളിച്ചിടന്ന്. പ്ലെയിൻ ഒക്കെ കിട്ടിയിട്ടുണ്ട്, ഡിക്കിയിലുണ്ട്. എടാ സെറ്റ് അല്ലേ? എനിക്ക് പറത്താൻ കഴിയില്ലേ? നിനക്ക് പറത്താൻ പറ്റുന്ന എനിക്ക് തോന്നുന്നു. എനിക്ക് പറത്താൻ പറ്റും. ഞാൻ പഠിക്കും. ഞാൻ യൂട്യൂബ് വീഡിയോസ് ഒക്കെ ബോധം കഴിയുമാണ്. പിന്നെ എങ്ങനെയാണോ നീ പറത്തുന്നത്? ബോധം കഴിവുണ്ടെങ്കിൽ അത് എനിക്ക് മാത്രമായിരിക്കും കറക്റ്റ് ആയിട്ട് പറത്താൻ കഴിയുക. ഏതായാലും നമുക്ക് നോക്കാം. വെയിലൊന്നും ആരുടെ പറത്താൻ മുമ്പ് നമുക്ക് സാധനം ജസ്റ്റ് പോയി നോക്കാം. വണ്ടിയിൽ ഡിക്കിലുണ്ട്, വീട്ടിൽ പോയിട്ട് നോക്കാം. ഇത് വീട്ടിൽ പോകണ നമ്മളെ ഡ്യൂട്ടിക്ക് ഒരു ചെറിയ ഷൂ വാങ്ങാനായിട്ട് ഞങ്ങൾ അച്ഛനും പോകുന്നു. വേറെ ഒന്നല്ല, ഞാൻ അവളുടെ ഷൂ മൊത്തം കൊളാക്കി എന്തോ പറയുന്നുണ്ട്. സോ എന്തായാലും അവൾക്ക് ഇന്നൊരു സർപ്രൈസ് ആയിട്ട് ഷൂ കൂടി നമുക്ക് വാങ്ങിക്കൊടുക്കും. സോ ഞാനിപ്പോ എച്ചനമ്മലാണ് വന്നത്. സൂര്യൻ പൊട്ടിത്തെറിച്ചതിന് ശേഷം ഭയങ്കര വെയിലാണ് കേസ് എല്ലായിടത്തും. ഓക്കെ ഗൈസ്, സോ നമ്മൾ ഇതാക്കണ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തു. നമ്മൾ വരുമ്പോ ഈ വാതിൽ ഓപ്പൺ ആവും, കണ്ടില്ലേ? സാധനങ്ങൾ ഇവിടെ കേസ്. അപ്പം ഞാൻ ഷൂ കണ്ടുപിടിക്കട്ടെ. ഇവിടെ കുറച്ച് ഷൂസ് മാത്രമേ ഉള്ളൂ. മെയിനായിട്ട് ഇവിടെ ഡ്രസ്സസും കാര്യങ്ങളാണ്. സോ ഷൂ കുറച്ച് നമുക്ക് പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാൻ. ഓക്കെ ഗൈസ്, നല്ല പിസ്തപ്പച്ച സാധനം ഉണ്ട്. ഇത് ഡ്യൂട്ടിക്ക് ഇഷ്ടപ്പെടും കേട്ടോ. ഹീൽസ് ഒന്നും അവർ നോക്കില്ല. അവൾ ഇങ്ങനത്തെ ഒരു ഷൂ ഇട്ടായിരുന്നു വാങ്ങിയത്. പക്ഷെ എനിക്ക് ഈ പിസ്തപ്പച്ച ഇഷ്ടപ്പെട്ടു കേട്ടോ. ഒരു യുണീക്ക് ആയിരിക്കും അല്ലേ? ഇഷ്ടപ്പെട്ടു കേട്ടോ. വാങ്ങിക്കൊടുത്താൽ റേറ്റ് എത്ര നോക്കുക. ആദ്യം റേറ്റ് നോക്കണം. മുകളിലെ ഷൂ താഴത്തെ ഷൂ അല്ലേ? പിസ്തപ്പച്ച ബാഗ് കൂടി ആയാലോ മൊത്തം ഒരു പിസ്തപ്പച്ച മഴ ഉണ്ടാവും. ഇപ്പോൾ ഇതാക്കണ UK5 ഒരു ഷൂ. അതിൻ്റെ ഫ്രണ്ടിലല്ല ബാക്കിൽ ചെറിയൊരു എന്താ പറയുക ചളി ഉണ്ട്. പക്ഷെ എന്നാലും കുഴപ്പമില്ല. ഇനിയിപ്പോൾ കോപ്റ്ററിന് കുറച്ച് ക്ലോത്ത്സ് എടുക്കട്ടെ. ഈ ഇടയായിട്ട് കോപ്റ്റർ കുറച്ച് ക്ലോത്ത് എടുക്കണ കൂടുന്നുണ്ട് ഗൈസ്. ഇത് രണ്ടും മാച്ച് കണ്ടില്ലേ? ഇവനധികം ലൂസ് ഷർട്ടുകളായിട്ട് ഗൈസ് ഇടുക. പിന്നെ അതൊക്കെ അവിടെ കുറേ ഹൂഡീസ് ഉണ്ട് കേട്ടോ. കുഴപ്പമില്ല, കളക്ഷൻസ് ഉണ്ട് കേട്ടോ. പല കിട്ടിക്കച്ച് കളേഴ്സാണ്. മെമ്പറാണ് ഞാൻ. എൻ്റെ അച്ഛനമ്മൻ്റെ സാധനം വാങ്ങി. അപ്പം ഡ്യൂട്ടിക്ക് ഞാൻ ആദ്യമായിട്ട് ഷൂ സർപ്രൈസ് ചെയ്യാൻ കൊടുക്കുകയാണ്. സർപ്രൈസ് ചെയ്യാനല്ല, സർപ്രൈസ് ആയിട്ട് കൊടുക്കുകയാണ്. നേരെ വീട്ടിൽ പോകണം. നമ്മളുടെ സർപ്രൈസ് ആയിട്ട് നമ്മളെ പ്ലെയിൻ നമ്മൾ അൺബോക്സ് ചെയ്തില്ല. സോ പ്ലെയിൻ അൺബോക്സ് ചെയ്യണം. കുറെ പരിപാടികളുണ്ട്. ഫൈനലി വി ആർ ഹോം. ഗൈസ്, അപ്പം ഞാൻ അങ്ങനെ ഒഫീഷ്യലി ഒരു പൈലറ്റ് ആയിരിക്കുന്നു എന്ന് പറയില്ല, ആകാൻ പോകുന്നു. ഹെലികോപ്റ്റർ എന്നെ ഫ്ലൈ ചെയ്യാൻ പഠിപ്പിക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് വിത്തൗട്ട് ഫീസ്. ഓക്കെ, എഞ്ചിനല്ല പക്ഷെ ഇത് ബോട്ടിന് മാതിരി ഇവിടെ കറക്കുന്ന സാധനമൊക്കെ ഉണ്ട്. ഇതാണ് എഞ്ചിൻ. ഇതാണ് എഞ്ചിൻ കണ്ടില്ല? ഇതാണ് സാധനം. ഇത് മൊത്തത്തിൽ ഉണ്ടാക്കിയ തെർമോക്കോളാണ്. എനിക്ക് തോന്നുന്നു വെച്ചാല് ഇത് പറക്കാൻ കുറച്ചുകൂടി ഇതായിരിക്കില്ലേ, സിമ്പിൾ ആയിട്ട് പറക്കും. ഇതൊക്കെ ചെറിയ സാധാരണ ഹെലികോപ്റ്ററാണ് ഹെലികോപ്റ്റർ ഡ്രൈവ് ചെയ്യാൻ സിമ്പിൾ അല്ല. പക്ഷെ സിമ്പിളാ ഏറ്റവും പാടുള്ള സാധനമാ. സിമ്പിളല്ലാന്നല്ലടാ പറഞ്ഞേ. ഇതാക്കണ ഇത് രണ്ട് ഫ്ലൈ അത്യാവശ്യം വലിപ്പം ഉണ്ടാവും. അപ്പൊ സെറ്റ് ചെയ്താൽ എപ്പം ഇതൊന്ന് സെറ്റ് ചെയ്തോട്ടെ. റിമോട്ടിന്റെ ഒരു കൊല നോക്കിയാൽ എന്റെ അമ്മ ഒരു യുദ്ധത്തിലുള്ള പരിപാടി കിട്ടാല്. നീ അപ്പൊ നമ്മുടെ ഹെലികോപ്റ്ററിന്റെ റിമോട്ട് ഉണ്ടല്ലേ? അത് കണ്ടിന്. ഞാൻ വാങ്ങുന്ന സാധനം എനിക്ക് ഇപ്പോഴും പക്ഷെ കുഴപ്പമില്ല കേട്ടോ. എന്റെ ഒരു ഡ്രീം ആയിരുന്നു കേസ് ഇങ്ങനത്തെ വലിയ ഇതില്. എനിക്ക് ഇങ്ങനെ കണ്ടില്ല ബട്ടൺസ് ഒക്കെ നോക്കി നമ്മളെ മിനിന്റെ ഇൻസ്പയർ ചെയ്ത സാധനം കണ്ടില്ലേ? ഇതായിട്ട് നമ്മളോട് കാക്ക
കൊള്ളാം. ഇറ്റ്സ് നൈസ് ക്വാളിറ്റി. ഇവിടെ പമ്പര പോലത്തെ ഇതൊക്കെ വർക്ക് ചെയ്യടാ. പിന്നെ എല്ലാം വർക്ക് ചെയ്യോ? ഇതിനകത്തൊക്കെ ഇപ്പൊ എന്താണ് ഈ റിമോട്ടിൽ ഇത് ചെയ്യാനുള്ള പല സെറ്റിങ്സ് ഉണ്ട്. ആണല്ലേ? ഒരു മോട്ടർ ഉണ്ടല്ലേ? ഈ ഒരു മോട്ടർ കൊണ്ട് എങ്ങനെ പറക്കപ്പോ? അതൊക്കെ പറക്കും പോനെ കണ്ടോ? അങ്ങനെ പറക്കത് സെറ്റാണ്. വേറെ ഒന്നും വേണ്ട, പ്ലെയിൻ ഇത് മതിയോ? ഈ സാധനം എനിക്ക് ഉണ്ടാക്കി കൊടുക്കും. അവനത് കറക്റ്റ് ബിൽഡ് ചെയ്യുന്നുണ്ട്. വേറെ പ്രത്യേകം ചെയ്യാനില്ലെന്ന് തോന്നുന്നു. 2 ചിറക് വെക്കണം. പൈസ കൊടുത്തിട്ട് ഒരു സാധനം വാങ്ങിട്ട് അത് മര്യാദക്ക് വർക്ക് പോലും ചെയ്യുന്നില്ല ഗൈസ്. ഈ തണ്ടി ആ തണ്ടി എന്നെ പറ്റിച്ച് ഗൈസ്. ഇത് വർക്ക് ചെയ്യുന്നില്ല. എന്താ അത് വർക്ക് ചെയ്യാത്ത? എന്താ കാരണം? ESC മിസ്സിംഗ് ആണ്. സോ ഒരാൾക്ക് സാധനം തരുമ്പോ ESC ഉള്ളത് തരണ്ടേ? കയ്യിൽ വെച്ചിട്ട് അങ്ങനെ വിടുന്ന സാധനം GTA പറത്തണ പോലെ അല്ല, RC പ്ലെയിൻ പറത്തണ. ഞാനപ്പോ ജസ്റ്റ് പുറത്ത് പോവാണ്. അതുകൊണ്ട് നമുക്ക് ഗിഫ്റ്റ് എവിടെയെങ്കിലും ഹൈഡ് ചെയ്ത് വെക്കാം. ഓക്കെ, ഇവിടെ ഹൈഡ് ചെയ്ത് വെക്കാം, അല്ലെങ്കിൽ ഡ്യൂട്ടി കാണും. സോ ലെറ്റ്സ് ഗോ. അവള് വരാൻ ഏതായാലും ടൈം എടുക്കല്ലോ. അതുകൊണ്ട് തന്നെ ഞാനൊരു ചായ പിടിക്കാൻ പുറത്ത് വന്ന് സ്റ്റേഡിയത്തിൽ വന്ന് ഇവിടെ ചെറിയൊരു ലൈറ്റ് ചൂട് കട്ടലടിക്കാം. ഇപ്പൊ ഞാനിതാക്കണ ഒരു പപ്സും ഒരു കട്ട്ലറ്റും കഴിച്ച്, കോപ്പർ ഒരു കട്ട്ലറ്റും സമൂസ ഇടാം. ഇതിപ്പോ ചായ ഒക്കെ കുടിച്ച് കഴിഞ്ഞ് നേരെ ഇപ്പൊ ഞങ്ങള് പോണ എടപ്പള്ളിയിലേക്ക്. നമ്മളെ ഡ്യൂട്ടിക്കുട്ടി വന്നിട്ടുണ്ട്. അവള് മെട്രോ എടപ്പള്ളി ലാൻഡ് ചെയ്തിട്ടുണ്ട്. സോ അവളെ പിക്ക് ചെയ്ത് നമ്മളുടെ സ്വന്തം സർപ്രൈസ് കൊടുക്കണം ഗൈസ്. ഓ മൈ ഗോഡ്, who is this? കേറ് എടാ, അൺലോക്ക് ആക്കണ കുട്ടീനെ കയറ്റി. കോളേജിലൊക്കെ പോയി വരണ ഡാർലിംഗ്, you have surprise. ശരി, നമ്മള് എന്നെ സർപ്രൈസ് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോവല്ലേ? ഇങ്ങനൊന്നും പറയുന്നത് കേട്ടോ, അടി കിട്ടും. Yes, we are going a trip. എടാ വിടറാ വണ്ടി, മൂന്നാറിലേക്കാ. കുഞ്ഞോ, നിനക്ക് ഇഷ്ടപ്പെട്ട ഒരു കിട്ടിക്കാഴ്ച സാധനം ഞാൻ വീട്ടിൽ വാങ്ങി വെച്ചിട്ടുണ്ട്. യു വിൽ ബി സർപ്രൈസ്ഡ്. യെസ്, വീട്ടിലേക്കാണ്. വേണ്ടാണ്, ഞങ്ങളിങ്ങനെ കൊണ്ടുപോകുമ്പോ അതിന് വേറെ തന്നെ ഒരു വൈബ് ഉണ്ട് കുഞ്ഞുങ്ങളിന്. യു വിൽ ബി സർപ്രൈസ്. കാരണം അങ്ങനത്തെ ഒരു കിട്ടിക്കാച്ചി കളറാണ്. ഏത് കളറാന്ന് പറയും? സാധനം പറയില്ല. ഏത് കളറാണ് ഗസ്? നിനക്ക് ഇഷ്ടപ്പെട്ട കളർ ഗ്രീൻ. അങ്ങനെ പറയാൻ പറ്റില്ല, പക്ഷെ ഓൾമോസ്റ്റ് ചെറുതായിട്ട് ഫ്ലോ. കാരണം അവളെങ്ങനെ എനിക്ക് ഇങ്ങനെ ഗസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞു. ശരിയാ, ഇവൾക്ക് ഇഷ്ടപ്പെട്ട അപ്പൊ ഫ്ലൂറസന്റ് കളറാണ് നിനക്ക് ഇഷ്ടപ്പെടും. ഓക്കെ, കോളേജൊക്കെ എങ്ങനെയായിരുന്നേ? കോളേജ് എങ്ങനെയായിരുന്നു? കാണാൻ അടിപൊളിയാണോ? എന്നെ കോളേജിൽ നിന്ന് ഒരു സ്പെഷ്യൽ ഗസ്റ്റ് എന്ന് പറഞ്ഞ് വിളിച്ചിരുന്നു. പക്ഷെ എനിക്ക് വരാൻ കഴിയില്ല നാളെ. ഐ ഹാവ് ഓൾറെഡി സം ക്ലാസ് ഇല്ല. ഓക്കെ ഗൈസ്, ബൈ, താങ്ക് യു സോ മച്ച്. നാളെ കേടാ ഞാൻ വീണ്ടും ബാക്കി ഗൈസ്. ഓടിപ്പോണം എൻ്റെ ഗിഫ്റ്റിന് വേണ്ടി. ഓടിപ്പോ. ആ വലുതാടി, ആനമുട്ട പൊങ്ങി വെച്ച മാതിരി എത്ര വലുപ്പമുണ്ട്. അങ്ങനൊന്നുമില്ല. പിപ്പേ മാമേ, മതി എടുത്തു പോയി എടുത്തോ, ഗിഫ്റ്റ് എടുത്തോ. ഇതാക്കണം. ആ റൂമിലാ ഞാൻ ഒളിപ്പിച്ച് വെച്ചത്, ആരും കാണണ്ട വിചാരിച്ചിട്ട്. ഇവിടുത്തെ ലൈറ്റ് ഇടാം, ഒരു മിനിറ്റ്. ഊള ഡ്രസ്സൊന്നുമല്ല. നോക്ക് നീ നോക്ക്, സാധനം നോക്ക്. കണ്ട അവിടെ താടി കുരുട്ടെ. H&M ആണ്. അത് ശരിയാണ്. എടാ കുട്ടാ, ഫാൻ വന്നിട്ട് ചെറുതായിട്ട് സ്വിച്ച് അവിടെ ഉണ്ട്. നോക്കൂ, തുറന്നു നോക്കുന്നത് ലാസ്റ്റ് അവിടെ ഉണ്ട് കേട്ടോ. ഡ്രസ് നോക്ക്. ഹൗ ഈസ് ദി ഗിഫ്റ്റ് ലേഡി? ഹൗ ഈസ് ദി ഗിഫ്റ്റ്? ഫ്ലൂറസന്റ് അല്ലേ? ഇഷ്ടപ്പെട്ടില്ലേ? എങ്ങനെയുണ്ട് സാധനം? എങ്ങനെയുണ്ട്? ഇട്ടോക്ക്. നമ്മളെല്ലാം ഓർമ്മ സമയമാകുമ്പോ ഒക്കെ വാങ്ങി തരും. ഓക്കെ, ഇട്ട് നോക്ക് എങ്ങനെയുണ്ട് നോക്ക്. ബില്ല് പൊളിക്കണ്ട, ചിലപ്പോൾ പാകം അല്ലെങ്കിൽ പണിയാവും. ഓക്കെ, ഇട്ട് നോക്കിട്ട് പൊളിക്കരുത്. വീഡിയോയിലും കൂടെ തിളങ്ങുന്നുണ്ട്. റീൽസ് ഒക്കെ ചെയ്യാൻ പൊളിയായിരിക്കട്ടെ. ഞങ്ങളെ റീൽസ് ചെയ്യാൻ വേറെ സെറ്റ് സാധനം. ഒരു തിളക്കല്ലേ, സീനിട്ടോ, തിളങ്ങി നിൽക്കുന്നുണ്ട് സാധനം. കറക്റ്റ് ഫിറ്റ് അല്ലേ? UK 5 ആട്ടോ കേസ് ഇവളുടെ ഷൂവിന്റെ സൈസ്. എന്റെ മോളെ ഒരു ഡാൻസ് ഒരു ഡാൻസ് ചെയ്താ ഡാൻസിൽ റീലിൽ ഇത് കത്തി നിൽക്കും കുഞ്ഞുമോളെ. മനസ്സിലായില്ലേ? സാധനം കത്തി നിൽക്കും.
യെസ്, അപ്പുറത്ത് ഇപ്പുറത്ത് നല്ല രസമുണ്ട്. ക്യാപ്പും കൂടി മേടിക്കും. ആ ക്യാപ്പ് നമ്മൾ പ്ലാൻ ചെയ്തിരുന്നു, പക്ഷെ മറന്നുപോയി. പച്ച ക്യാപ്പും പച്ച ബാഗും ഉണ്ടായിരുന്നു ഞങ്ങളവിടെ. പക്ഷെ പാകാണല്ലോ, ഇനി കുഴപ്പമില്ല, സെറ്റല്ലേ? അപ്പൊ താങ്ക് യു പറഞ്ഞ ലൈക്ക് ചെയ്യാൻ പറയും വീഡിയോ ഒരു കെട്ടി. ഇനിയില്ലേ ഇതിന്റെ ക്യാഷ് കൊടു 3000 നിങ്ങക്ക് പോവാൻ ഫോണാടാ അതിന് അല്ല. എന്നാലും പക്ഷെ ഞാൻ പോയി വാങ്ങിയതിനൊരു 500 എക്സ്ട്രാ എങ്കിലും. അപ്പൊ ഡ്യൂട്ടിക്ക് ഷൂവും കാര്യങ്ങളും ഇഷ്ടപ്പെട്ടു. ഇനി നമുക്ക് എന്റെ റൂമിലുള്ള ചെറിയ സർപ്രൈസും കൂടി ഡ്യൂട്ടി കാണിച്ചു കൊടുക്കാം. ഓക്കെ, ഡോക്ടർ കഴിച്ചു. ഡോക്ടർ ഇന്നലെ വാങ്ങിയ ഷർട്ട്. ആ അതന്നെ അതന്നെ. അത്ര പൊക്കി കുഞ്ഞുമോളെ, കുഞ്ഞാക്കെന്തേ വാങ്ങി തരും കേട്ടോ. അത്രക്കും കേറിയാണ്. അപ്പൊ ഞാൻ ഇന്നലെ ചേരുന്നുണ്ട് കേട്ടോ. ഇത് കഴിച്ച് ഇന്നലെ നമ്മള് പോയി വാങ്ങിയതാട്ടോ ഷർട്ട്. പണികളൊന്നുമില്ല ഞാൻ, അതൊക്കെ റിയൽ സർപ്രൈസ്. പണികളൊക്കെ നിർത്തി കുറച്ച് ദിവസത്തേക്ക്. ഇറ്റ്സ് കോൾഡ് പ്ലെയിൻ. തെർമോകോളിന്റെ പ്ലെയിൻ ആണ്. പറക്കടി, റിമോട്ട് നോക്കി. സെറ്റ് സാധനം, അടിപൊളി റിമോട്ടാ. ഇതിലെന്തോ സാധനങ്ങളുണ്ട്. ഡാഡി ഇത് പൊക്ക്. ഇതാണ് സാധനം കേട്ടോ. എടി പ്ലെയിൻ അടി, ഹെലികോപ്റ്റർ അല്ല. അല്ല, ഇത് പ്ലെയിൻ. അപ്പൊ ഇന്നത്തെ കിടക്കാച്ചി സ്മാൾ ചെറിയ എന്റർടൈനിങ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. വീഡിയോക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഫ്ലോറസെന്റ് എടുത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഫ്ലോറസെന്റ്. അപ്പൊ ഇഷ്ടപ്പെട്ട ലൈക്ക് രാത്രി ആ ഷൂട്ട് ഞാൻ പറയട്ടെ. അപ്പൊ രാത്രി തിളങ്ങും. അപ്പൊ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നാളെ വൈകുന്നേരം 5 മണിക്കാണ്. ഓക്കെ.